ഇന്ന് ഞാനിവിടെ നല്ലൊരു മട്ടൺ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയോടുകൂടി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാം. ആ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സവാള ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാള ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ അത് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാനിവിടെ സവാള ഉള്ളിയാണ് ചേർക്കുന്നത്. എനിക്ക് തോന്നുന്നു സവാള ഉള്ളിയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. അപ്പം ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ 3-4 പച്ചമുളക് കൂടി ഞാൻ ഇവിടുന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു തക്കാളിക്ക കൂടി എടുത്തിട്ടുണ്ട്. തക്കാളിക്ക ചേർക്കുമെന്ന് എനിക്കറിയില്ല, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വലുതായിട്ട് അരിഞ്ഞത് കാരണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് തക്കാളിക്ക മാത്രം. അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഒന്നരിഞ്ഞ് എടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമല്ലോ. അത് മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും എന്താണെങ്കിലും അതിന് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിനുള്ളത് അതും എടുത്തു. ഈ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നിച്ചാണ് ഞാനിവിടെ വഴറ്റിയെടുക്കുന്നത്. തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്നിച്ച് തന്നെ വഴറ്റിയെടുക്കാം. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഉള്ളി വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്താലും മതി, അങ്ങനെ ചേർക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടുന്ന വരെ ഇത് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് ഒരുപോലെ ആയിരിക്കത്തില്ല, ചിലയിടത്ത് വ്യത്യാസം കാണും. അപ്പം ഞാനിങ്ങനെയാണ് ഇത് കറി വെക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ബീഫ് കിട്ടാത്തത് കൊണ്ട് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് ഇതുപോലെ ആടിൻ്റെ അല്ലെങ്കിൽ കോഴി അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ആടിൻ്റെ എന്നൊന്നും വാങ്ങിക്കത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ ആട്ടിറച്ചി. അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ മാത്രം. അങ്ങനെ ഇന്ന് വാങ്ങിച്ചപ്പം ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ കറിവേപ്പില അടക്കം എല്ലാം കൂടി ഒന്ന് ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടുന്നവരെ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതുകൂടി പറയുക. അപ്പോൾ ഞാനിവിടെ ഉള്ളിയെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടില്ല, അതുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പിന്നെ നല്ലവണ്ണം അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം പൊടികൾ ചേർക്കാവൂ. അങ്ങനെ ഇതെല്ലാം കൂടി ഞാനൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തു. ഇനി എരിവുള്ള മുളക് പൊടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മുടെ മട്ടൺ മസാല. ഇനി ഞാനിവിടെ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം. എനിക്ക് ഗരം മസാല ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. പിന്നെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എവിടെയോ ഒന്ന് മിസ്സായപ്പം അതൊന്ന് അടി പറ്റി, കുഴപ്പമില്ല, അതോടി ചേർത്ത് ഞാൻ ഇളക്കി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ മസാലയൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചാറ് ചേർക്കുന്നത്, വെള്ളം ചേർക്കുന്നത് അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നു ബീഫ് കറി വെക്കുന്ന പോലെ അല്ലല്ലോ മട്ടൺ കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുക്കറിലേക്ക് മട്ടണെല്ലാം കഴുകി വെച്ചതൊന്ന് വൃത്തിയാക്കി കഴുകിയത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ മസാല ചേർത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി, മട്ടൺ കറി റെഡിയാകും. ഇനി ഇതുപോലെ ഒന്ന് ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 വിസിൽ അടിച്ചതിന് ശേഷമാണ് ഇത് വെന്തത്. അങ്ങനെ ഇത് വേവിച്ചെടുത്തു. പിന്നെ ചാറ് നല്ലവണ്ണം ഉണ്ട്. ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഇത്രയും ചാറ് വേണം. ബീഫ് കറി വെക്കുന്ന പോലെ അല്ലല്ലോ. ബീഫാണെങ്കിൽ നമുക്ക് കൊലത്തിയെടുത്താൽ മതി, ചാറില്ലാതെ ഏറ്റവും ടേസ്റ്റ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ വെക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചാറ്
കുറുക്കണമെങ്കിൽ കുറുക്കാം. കുറച്ചുകൂടി നേരം അടുപ്പ് വെച്ച് തിളപ്പിച്ചാൽ നല്ലവണ്ണം ഒന്ന് ചാറ് കുറുകി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കറി വെക്കുന്നത് കൂടി അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള ചെറിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.